പരിപാടികൾ പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. ടീം അംഗങ്ങൾ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറുകയും ചെയ്തു. ഏതായാലും ഈ പരിപാടികൾ അധിക നേരം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി DK ശിവകുമാർ തന്നെ പറഞ്ഞത്. കേവലം 10 മിനിറ്റ് മാത്രമാണ് പരിപാടി ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി എന്നും പറയുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ ആൾക്കൂട്ടം വന്നത് ആണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ ഔദ്യോഗികമായി നൽകുന്ന വിവരം. ഏതായാലും വലിയ തോതിലുള്ള ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ അത് സമ്മതിക്കുന്നുമുണ്ട്. നിലവിൽ രാത്രി പുതിയൊരു വിവരം വരുന്നു. 7:30 മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ ആകും. നിലവിലേതായാലും ബംഗളൂരു നഗരത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നിലവിൽ മെട്രോ സർവീസുകൾ, പ്രത്യേകിച്ച് ഈ 2 സ്റ്റേഷനുകൾ കബൺ പാർക്കിലും അതുപോലെ തന്നെ വിധാൻ സൗദ സ്റ്റേഷനുകളിലും നിർത്താതെയാണ് മെട്രോ സർവീസുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്ര വലിയ ജനക്കൂട്ടം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 11 മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ പല ഭാഗത്തു നിന്ന് പോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടു. ഇപ്പോഴും ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. പല ആളുകളെയും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. നിലവിൽ കൂടുതൽ ആളുകൾ ചികിത്സയിലുള്ളത് ബൗറിംഗ് ആശുപത്രിയിലാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ആൾക്കൂട്ടം കുന്നുകൂടി ഒരാൾ മറ്റൊരാളുടെ മുകളിൽ വീണ് ശ്വാസം കിട്ടാതെ നിലത്തു വീണ് കിടന്ന് സംഭവിക്കുന്ന മരണമാണ്, അപകടമാണ്. അതായത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടു, ശ്വാസത്തിനായി വേണ്ടിയിട്ട് ആളുകൾ കിടന്ന് പിടയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ 11 പേരുടെ, ഒരു കുട്ടി ഉൾപ്പെടെ 11 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. മറ്റു പലരും ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നു. ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഉൾപ്പെടെയാണ് ബംഗളൂരുവിൽ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് ശ്രീധരൻ നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ